ഉയർന്ന വേതനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പെൻഷൻ സംബന്ധിച്ച സുപ്രീം കോടതി വിധി സമയബന്ധിതമായി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി എന്നാണ് വാർത്ത. ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ MPയെ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ശോഭ കരന്തലജെയാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിലുള്ള നിയമവ്യവസ്ഥകൾ പ്രകാരം ജോയിന്റ് ആപ്ലിക്കേഷനും വാലിഡേഷനും ചെയ്യാനുള്ള ഓൺലൈൻ സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വാർത്തയിലേക്ക്. 4/11/2022 സുപ്രീം കോടതി വിധി അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് തന്നെ നടപ്പാക്കാനും ഉയർന്ന വേതനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പെൻഷൻ കണക്കാക്കുന്നതിന് പ്രോറേറ്റ് ഏർപ്പെടുത്തിയ സർക്കുലർ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പ്രോറേറ്റ് അടിസ്ഥാനത്തിൽ പെൻഷൻ കണക്കാക്കുന്നതിനുള്ള വ്യവസ്ഥ 2026 പെൻഷൻ സ്കീമിലെ 12ാം ഖണ്ഡികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉയർന്ന വേതനത്തിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് വേതന പരിധിക്കുള്ളിൽ പെൻഷൻ ലഭിക്കുന്നവർക്കും തുല്യ പരിഗണന നൽകാനാണ് പ്രോറേറ്റ നിരക്കിൽ പെൻഷൻ കണക്കാക്കുന്നതെന്നും കേന്ദ്രമന്ത്രി മറുപടി നൽകി. പ്രോറേറ്റ നിരക്കിൽ പെൻഷൻ കണക്കാക്കുന്നത് തെറ്റാണെന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രോറേറ്റ നിരക്കിൽ തെറ്റായ പെൻഷൻ കണക്കാക്കിയ രാജ്യത്തെ മുഴുവൻ പെൻഷൻകാരുടെയും പെൻഷൻ പുനർനിർണയം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ചോദ്യത്തിനായിരുന്നു കേന്ദ്രമന്ത്രി മറുപടി നൽകിയത്. തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ നിയമപരമായി ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരിഗണിച്ച് തെറ്റായ ഉത്തരവുകൾ പിൻവലിക്കണമെന്ന ആവശ്യമുന്നയിച്ച ചോദ്യത്തിന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന്റെ ധനസ്ഥിതിയുടെ ആരോഗ്യപരമായ പരിപാലനം കണക്കിലെടുത്തുകൊണ്ട് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ശോഭ കരന്തലജെ വ്യക്തമാക്കി. മന്ത്രി നിലപാട് വ്യക്തമാക്കിയതോടെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണെന്ന് ഉറപ്പായിരിക്കുകയാണ്. സമയബന്ധിതമായും സുതാര്യമായും ഇത്തരം നടപടികൾ സ്വീകരിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ നയം. ജനം, ഡൽഹി.